ഹായ് ഫ്രണ്ട്സ് ഇട്ടിപ്പാ അർജുൻ ഫ്ലാഷ് ബാക്ക് പറയുന്നു എന്നെ മറച്ചു വെച്ച് ഇല്ല നിന്നെ കൊന്നുകളയും അത് അച്ഛനും അമ്മയ്ക്കും ഓൾറെഡി ലവ് മാരേജ് അറേഞ്ച് മാരേജ് രജിസ്റ്റർ ചെയ്തായിരുന്നു അതുകൊണ്ട് എല്ലാവരും എതിരില്ല മാരേജ് മാറി ഒരു ആക്ടിങ് ചെയ്തെന്ന് മാത്രമല്ല അങ്കിൾക്കും മാരേജ് ആയിരുന്നു അങ്കിൾക്ക് മാരേജ് ആയിരുന്നു അങ്കിൾക്ക് റിയലായി മാരേജ് ആയിരുന്നു അവർക്ക് ഓൾറെഡി ലവ് ചെയ്യുന്ന പറഞ്ഞ് മാരേജ് അയച്ചായിരുന്നു. ഇതാണ് ഫ്ലാഷ് ബാക്ക് എന്ന് പറയുന്നു. അവർ കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് പിന്നെ എന്നെ പഠിക്കന് വേറെ അടുത്ത് അയച്ചു ഫ്രണ്ടിനും കൂടെ അയച്ചതായിരുന്നു. നടന്ന കാര്യം പറഞ്ഞു ഷോക്കായിരുന്നു. ഓ അങ്ങനെയാണോ? നീ ജനിച്ചത് അവർ ജനിച്ചത് എനിക്ക് ന്യൂസ് അറിഞ്ഞായിരുന്നു. അവർ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ആൻറ്റീനെ മാത്രം എനിക്ക് റിവെഞ്ച് എടുക്കാനുള്ളത്. ഈ ആൻറ്റി എല്ലാത്തില്ലാതെ വല്ലതും ചെയ്തിട്ടുണ്ട് ഞാൻ വെച്ചിട്ടുണ്ട് എന്നെ ചേട്ടൻ പറയായിരുന്നു. അത് ഞാൻ ചെയ്ത് കഴിഞ്ഞു. അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നത് എന്നെ അർജുൻ പറഞ്ഞു. എന്താ ആൻറ്റിക്ക് അങ്കിൾ ചെയ്ത? അവർ ഒരു 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 മുത്തശ്ശൻ്റെ പറയുന്ന ആ നിലയിൽ അവർക്ക് 4 കുട്ടികളുണ്ട്. അവരുടെ സ്ഥലത്തിന് ഇവർ ഒരു ഡോക്യുമെൻ്റ് കട്ടായിരുന്നു. അത് ഞാൻ പോയിട്ട് ആധാരം കാട്ടി കൊടുത്താണ്. ഇപ്പം അതിമ ജയിലുണ്ട് എന്ന് പറയുന്നത് അങ്കിൾ ആൻറ്റി. ഓ അങ്ങനെയാണോ? ശരിപ്പാ. അപ്പം ചേട്ടനായിട്ട് മറച്ച് വെച്ചതിനാ എന്നെ കേട്ടായിരുന്നു. ചേട്ടൻ പറയായിരുന്നു ഇല്ലപ്പാ ഒരു പ്രശ്നമില്ല എന്ന് പറയായിരുന്നു. അങ്ങനെ ചേട്ടനൊക്കെ ഭയങ്കര ഹാപ്പിയായിരുന്നു. ചേട്ടനെ നന്നായിട്ട് നോക്കായിരുന്നു ഹീറോയി. ഞാൻ ഇടയ്ക്ക് ശരിപ്പാ ചേട്ടാ നീ കൊറിയൊക്കെ കറണ്ടിട്ടാ വരണു. ശരിമ്മാ ഇങ്ങനെ നീ പറയണേ എന്നായിട്ട് ചേട്ടൻ പറഞ്ഞു. ചേട്ടൻ നല്ല പഠിച്ചതായിരുന്നു. ഇങ്ങനെ കുറച്ച് സിറ്റി ആയിട്ട് മാറ്റി തുടങ്ങിയാണ്. റോഡ് അത് ഇതെല്ലാം അവിടുത്തെ ലീഡറായി മെമ്പറായിട്ട് മാറായിരുന്നു. അവിടുത്തെ ഗ്രാമത്തലവനായിട്ട് മാറിയായിരുന്നു. എല്ലാം നല്ല കറക്റ്റ് ചെയ്തായിരുന്നു. ഹീറോയിൻ്റെ ചേട്ടൻ നല്ല ഫേമസ് ആകാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ എന്താപ്പാ നിൻ്റെ അനിയത്തിക്ക് എല്ലാവർക്കും മനസ്സിലായി അർജുൻ വരാറില്ല. അങ്കിൾ പറഞ്ഞു കൊടുത്ത ഹീറോയിൻ്റെ ചേട്ടനാണ്. അങ്ങനെയായിട്ട് മാരേജ് എൻഗേജ് കൊടുത്തായിരുന്നു ഹീറോയ്ക്ക്. അങ്ങനെയായിട്ട് അർജുനക്ക് ഇങ്ങനെ പെണ്ണ് നോക്കായിരുന്നു. അർജുനക്ക് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല അങ്കിൾ വേണ്ട അത് പറഞ്ഞത്. ഇല്ലപ്പാ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് എന്തായാലും മാരേജ് നടക്കണം. നിറയെ പെണ്ണ് നോക്കി അർജുനക്ക് പിടിച്ച മാറി പെണ്ണില്ല. നമ്മളെ എന്നെ ഹീറോയിൻ നെറ്റയിടാം. ഇത് നമ്മളെ എന്നെ ഹീറോയിനെ നോക്കാം. ഡാഡ് നീ ഒന്ന് വായക്ക് പറയണ്ട എന്നിട്ട് നമുക്ക് അർജുൻ്റെ പേരൊന്ന് നോക്കാം. അർജുൻ്റെ പേര് നമുക്ക് കൊറിയൊക്കെ പോവാം. അതെ അർജുന് പേര് എന്ത് ചെയ്തു നമുക്ക് നോക്കാം. ഡാഡി എന്താ എന്തിനു മിയ ഇങ്ങനെ വഴക്കുണ്ടാക്കാ? ഡാഡിന് പാറവട്ടം പറഞ്ഞോണ്ടുണ്ടു. എന്തിനു മിയ ഇങ്ങനെ പറയണേ? ഡാഡി എനിക്ക് ആരും ഇഷ്ടപ്പെട്ടില്ല. ഇവനക്ക് കുറവ് ഇത് കുറവ് അത് കുറവ് എന്ന് ഡാഡി അമ്മയാണ് ഡാഡി തലക്കഴിച്ച് ശരി ഇവക്ക് ലൂസ് എന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരുന്നായിരുന്നു. അങ്ങനെ ഹീറോയി നടന്നു വന്നത്. അങ്ങനെ മിയ അങ്ങനെ ടെൻഷൻ വായിക്ക് പറഞ്ഞിട്ട് മിയ വന്നുണ്ടായിരുന്നു. ഹീറോയെ ഇടിച്ചു. അങ്ങനെ മിയ വീണു. സോറി എന്ന് പറയായിരുന്നു മിയ. ഓക്കെ എന്ന് പറ്റില്ല എന്ന് പറയുന്നത്. മിയ ടെൻഷനായിരുന്നു. മിയ പറഞ്ഞ് ടെൻഷനായിരുന്നു. മിയനെ ഹീറോയെ പിടിച്ചായിരുന്നു. എന്ത് പറ്റി? മിയ പറഞ്ഞ അതേ കോളേജിൽ ഹീറോയും കൂടെ പഠിക്കാറുണ്ട്. അങ്ങനെ മിയ ഹായ് എൻ്റെ പേര് മിയ എന്ന് പറഞ്ഞു. അങ്ങനെ ഫ്രണ്ട്സ് ആയിരുന്നു. മിയ പറഞ്ഞു എനിക്ക് ടോർച്ചറാന്ന് പറയായിരുന്നു. അങ്ങനെ മിയ ഫ്രണ്ട്സായിട്ട് മിയ ഫാമിലി ഫോട്ടോസ് കാട്ടായിരുന്നു. മിയക്ക് ഹീറോയി കാട്ടായിരുന്നു. ഇത് ഫാമിലി പേര് പറഞ്ഞത് എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ പറയായിരുന്നു. മിയ സീക്രട്ടായിട്ട് വെക്കുമായിരുന്നു. അതായത് 2 പേർ നോക്കി 3 പേർ നോക്കി മിയ ചിരിക്കായിരുന്നു. ഓ ഐഡൽ വേറെ ജയിച്ചായിരുന്നു. മിയ നിനക്കെന്താ ഇൻട്രസ്റ്റ്? ഇല്ല എനിക്ക് ഐഡൽ പിടിക്കും. എനിക്ക് സിംഗറെ പിടിക്കും. എൻ്റെ ഫ്യൂച്ചർ ഹസ്ബൻഡ് എങ്ങനെ വേണം എല്ലാം പറയായിരുന്നു. ഹീറോയ്ക്ക് ഷാക്ക്. എന്താ അങ്ങനെ വേണോ? അതെ ഹീറോയി പറഞ്ഞ് മിയ പറയുന്നത് എങ്ങനെ വേണം പറഞ്ഞത്. അവനക്ക് തോട്ടം ഉണ്ടാവണം. അവിടെ പഠിച്ചവിടെ ഇരിക്കണം. അത് മാത്രമല്ല ഒരു ഗ്രാമത്തിലുണ്ടാവണം. അങ്ങനെ ഇങ്ങനെയെല്ലാം പറയായിരുന്നു. മിയ നിനക്ക് ഗ്രാമം പിടിക്കും. എനിക്ക് നന്നായിട്ട് പിടിക്കും. അവൻ നല്ല സ്റ്റൈലായിട്ടിരിക്കണോ. അവനക്ക് ഇങ്ങനെ ഉണ്ടാവണം ഇങ്ങനെ ഉണ്ടോ എല്ലാം കേൾക്കും. മിയായാലും ആയിഷയൊക്കെ മനസ്സിലായി. ഇയാളെ മാതിരി ഉണ്ടായാൽ മതി. ഓക്കെ ആണോ? അത് ആയിഷ ഹീറോയിലെ ചേട്ടൻ ഫോട്ടോ കാട്ടി. നിനക്ക് ഇങ്ങനെയുള്ള ചെക്കനെ ഓക്കെ ആണോ എന്ന് കേട്ടെ. ഫോട്ടോ നോക്കി എങ്ങനെയുള്ള ബട്ടർഫ്ലൈൻ പാർക്കാതെ എനിക്ക് ഈ ഫോട്ടോ ഇഷ്ടപ്പെട്ടു. കല്യാണം കഴിഞ്ഞോ? ഇല്ല എനിക്കിത് ഓക്കെ എന്ന് മിയാവൊക്കെ പറഞ്ഞത്. ഹീറോ തലക്ക് ചോദിച്ചു എടി എന്നിട്ട് പറഞ്ഞ എനിക്കിഷ്ടപ്പെട്ടു. കണ്ണെല്ലാം മിന്നും തുടങ്ങി. ആരെയവന്? എൻ്റെ ചേട്ടനാ. ഇവിടെയൊക്കെ പെണ്ണു നോക്കുക. മിയൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതെ കോളേജിൽ ടീച്ചർ ക്ലാസ് എടുക്കുക. ടീച്ചർ കട്ട് എന്ന് പറഞ്ഞു. ടീച്ചർ മിയ എന്താ ചെയ്യുക എന്ന് പറഞ്ഞ മിയ വണ്ടി എടുത്ത് മിയ എൻ്റെ വീട്ടിലെ കൊണ്ട് മമ്മി ഡാഡി എന്ന് ഫോൺ എടുത്ത് എനിക്ക് ഈ ചെക്കൻ ഓക്കെ എനിക്ക് മാരേജ് ഇതാ. അമ്മക്ക് അച്ഛൻ ആരാ ഇവന്? ഇവളാ ചേട്ടനാ എന്ന് പറയുന്നു. മിയൻ്റെ അമ്മക്ക് അച്ഛൻ തല കഴിച്ച്
ഞാൻ ചേട്ടൻ അമ്മയോട് പറയാം മമ്മി ഡാഡിയോട് നീ പറഞ്ഞത് ഇവിടെ ഇല്ലെന്ന് പറഞ്ഞതാ ഇവൻ അങ്ങനെയാണോ എനിക്ക് ഇവനെ മാറി ജയിച്ചതാന്ന് ഇങ്ങനെ മിയ വഴക്കുണ്ടാക്കായിരുന്നു. ഇത് മമ്മി ഡാഡി ശരിപ്പാ ടെൻഷൻ വെക്കണ്ട ശരി നീ പഠിച്ചിട്ട് കേട്ട് എന്ന് പറയായിരുന്നു. ആദ്യം മിയ ഇങ്ങനെ ഡേയ്സ് പോ തുടങ്ങി. മിയൊക്കെ പഠിച്ചു കഴിഞ്ഞ് മിയാൻ്റെ മമ്മി ഡാഡി ശരി വേറെ വഴിയില്ല അങ്ങനെ അർജുനോട് പറഞ്ഞു ഇപ്പം നീ മാരേജ് ചെയ്യുക കുറച്ച് നാൾ കഴിഞ്ഞ് നിനക്ക് ഇത് കറക്റ്റ് പെണ്ണ് നോക്കിയിട്ട് ശരി ഓക്കെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാതിരുന്നെന്ന് അങ്ങനെ വീട്ടിൽ വന്നു കുറേ ആൾ വന്നിട പെണ്ണ് നോക്കുമ്പോൾ അർജുൻ ഷാക്കായിരുന്നു. അങ്ങനെ അർജുനക്കും മിയക്കും മാരേജായി. മിയ എന്ന് ഭയങ്കര ഹാപ്പിയായിരുന്നു. മിയയുടെ മമ്മി ഡാഡിക്ക് അറിയായിരുന്നു മിയ വിട്ടു പോകുന്നില്ലേ ഇവിടെ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. മിയയുടെ മിയക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ഈ കല്യാണം കഴിഞ്ഞ പെണ്ണ് ഫുൾ കരിയാണല്ലോ ഇത് ചിരിക്കുന്നത് ആഹാ ഹാഹാ എന്ന് മിയ ഭയങ്കര ഹാപ്പിയായിരുന്നു. അർജുനക്ക് ഒന്നും മനസ്സിലായി ഇവളൊന്നും ഇങ്ങനെ ചിരിക്കുന്നത്. അർജുന് ചേട്ടാ ഇങ്ങനായിട്ട് മിയ ഭയങ്കര ഹാപ്പിയായിരുന്നു. അർജുനോട് ഹീറോയി വന്ന് പറയായിരുന്നു ചേട്ടാ ഇവളോ നിന്നെ ലവ് ചെയ്തായിരുന്നു. ഇത് കേട്ട് അർജുൻ ഷാക്ക് എന്താ ലവ് എങ്ങനെ നടന്ന കാര്യം മൊത്തം പറഞ്ഞു. ഓ അങ്ങനെയാണോ. അർജുനക്കും എൻ്റെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടപ്പെട്ട ഡേയ്സ് പോകാൻ തുടങ്ങി. എല്ലാവർക്കും കുട്ടികൾ ജനിച്ചു. മിയാക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് ബേബീസ് ജനിച്ചായിരുന്നു. മിയ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അർജുൻ പറയായിരുന്നു എന്ത് പറ്റി ഒന്നില്ല. മിയ പറഞ്ഞ സാരി അത് ഡ്രസ്സ് ഇട്ട് പിന്നെ ആയിട്ട് ഫോറിങ് നിറയെ ബിസിനസ് എല്ലാം ഇങ്ങനെ ട്രിപ്പൊക്കെല്ലാം വരാൻ വില്ലേജിക്കെല്ലാം വരാൻ വലിയ ഫ്ലാറ്റ് ഇതല്ല അവിടെ ഗ്രാമത്തിലുള്ളവർക്ക് പണി അങ്ങനെ ഇല്ല. അർജുൻ എല്ലാം ഓരോ നാൾക്ക് ഓരോ പണി കൊടുത്തോണ്ട് പിന്നെ അത് സിറ്റി മാറി മാറ്റിയ വില്ലേജ് സിറ്റി മാറി മാറ്റിയായിരുന്നു അർജുൻ. കുറച്ച് ജനങ്ങളെ കുറച്ച് സാധന ജാഗകളെല്ലാം മേങ്ങിയിട്ട് അത് വലിയ റോഡാക്കി അത് ഭയങ്കര സിറ്റിയാക്കി മാറ്റിയായിരുന്നു. എല്ലാവർക്കും ജോലി കൊടുത്തത് അർജുൻ. പിന്നെ കോളേജ് ആക്കി എല്ലാം സിറ്റി ആക്കി മാറ്റിയായിരുന്നു. അങ്ങനെ എല്ലാവരും ഇൻ്റർവ്യൂ കേട്ടോ സാർ ഇതെല്ലാം എങ്ങനെ ചെയ്താൽ എല്ലാ ജനങ്ങൾ വേണ്ടി എനിക്ക് ഹെൽപ്പ് ചെയ്താൽ എല്ലാവർക്കും അർജുൻ വേണ്ടി ഒരു രാജ മാറി എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യുക. അർജുൻ ഭയങ്കര ഫേമസ് ആയിരുന്നു. അതുമാത്രമല്ല മിനിസ്റ്ററായിട്ട് അത് MLA ഹോം മിനിസ്റ്ററായിട്ട് അർജുൻ മാറിയായിരുന്നു. അർജുൻ മാത്രം ഇങ്ങനെ മാറ്റിയായിരുന്നു. അർജുൻ ഇങ്ങനെ നല്ല ഫേമസ് ആയിരുന്നു. ബിസിനസ് മാൻ അത് മാത്രം ഒരു കമ്പനി റൺ ചെയ്യാറുണ്ട്. അർജുൻ ഭയങ്കര ഫേമസ് ആയി മാറിയായിരുന്നു. അർജുൻ ഫാമിലിക്ക് ഭയങ്കര മിയാൻ്റെ ഫാമിലിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. മിയാൻ്റെ ചേട്ടൻ കൺഫ്യൂസ് എന്താ ഇത്ര കാലമായിട്ടാണ് മാരേജ് കഴിച്ചതാ ശരി ഓക്കെ ഹാപ്പി എൻഡിങ് സ്റ്റോറീസ്.